നമുക്ക് കാലാവസ്ഥാ സാഹചര്യം ഒരിക്കൽ കൂടി പരിശോധിക്കാം. കേരളത്തിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. തുടർന്നും മണിക്കൂറിൽ പരമാവധി 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ഗുജറാത്തിലുള്ള ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതും പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതും കേരളത്തിൽ മഴയെത്തിക്കും. വടക്കൻ കേരളത്തിലാണ് നിലവിൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കേരള തീരത്തും കർണാടക തീരത്തും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം കണ്ണമാലി പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ആധിയോടെയാണ് തീരത്തുള്ളവർ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയാൽ ആന്തലോടെയെ വീടിനുള്ളിൽ കഴിച്ചുകൂട്ടാനാകൂ. പ്രദേശത്തെ 8 വീടുകൾ കടലെടുത്തതോടെ ഭീതിയിലാണ് തീരം മുഴുവൻ. പെയ്തിറങ്ങുന്ന ഓരോ തുള്ളി മഴയും ഒരു പ്രദേശത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുകയാണ്. അമാവാസിയായാൽ ആ ഭീതിയുടെ ആധിക്യമേറും. കണ്ണമാലി പ്രദേശത്തെ ജനങ്ങളുടെ വീടിനുള്ളിലേക്ക് കടൽ കയറി വരികയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇങ്ങനെ കണ്ണടക്കുന്നത്? ഏത് നിമിഷവും വീട് നിലംപൊത്താം. ഏതു നേരവും വീടിനുള്ളിൽ കടൽ കയറി വരാം. കണ്ണമാലി തീരത്തുള്ളവരുടെ ദുരവസ്ഥയാണിത്. മഴയൊന്നു കനത്താൽ കടലിനേക്കാൾ പ്രക്ഷുബ്ധമാണ് ഇവരുടെ ഉള്ള. ഞങ്ങൾ 6 വർഷമായി ഇവിടെ കിടന്ന് ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ ഇത് തുടങ്ങിയിട്ട് 4 ദിവസത്തോളമായി. ഇതുവരെ ഒരു MLA ഉണ്ട്, MP ഉണ്ട്, ഒരാളും വന്ന് ഈ പാട്ടുകാർ കഴിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ കിടക്കുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികൾ, പാവപ്പെട്ടവരാണ്, കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ മത്സ്യത്തൊഴിലാളികളാണ്. ലോണൊക്കെ എടുത്താണ് ഇവിടെ ഓരോരുത്തർ വീടൊക്കെ വെച്ചേക്കുന്നത്. ആ വീടൊക്കെയാണ് എല്ലാവരും തകർന്നു പോകണം. 8 വീടുകളാണ് ചെറിയ കടവ് പ്രദേശത്ത് കടലെടുത്തത്. 8 കിലോമീറ്റർ ദൂരത്ത് ടെട്രാപോഡുകൾ ഇല്ലാത്തതാണ് പ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാക്കുന്നത്. പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള പല ഭാഗത്തും വർഷങ്ങളായി കടൽഭിത്തി തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി കടൽഭിത്തി ഇന്ന് കെട്ടാം നാളെ കെട്ടാമെന്ന് പറഞ്ഞ് അധികൃതരും ഇവരെ കബളിപ്പിക്കുകയാണ്. ഭക്ഷണം പോലും കിട്ടില്ല ഞങ്ങൾക്ക്. ഭക്ഷണം ഞങ്ങൾക്ക് കൊണ്ടുവന്നാൽ ഞങ്ങളുടെ പള്ളിയിലെ പുരോഹിതനാണ് ഭക്ഷണം കൊണ്ട് ഞങ്ങൾക്ക് വന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടതല്ല, ഭക്ഷണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ. ബാത്റൂമൊക്കെ പോയി ഭക്ഷണം പാകം ചെയ്യാൻ പറ്റണില്ല, കിടന്നുറങ്ങാൻ പോലും പറ്റണില്ല. രാത്രി ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ചാടിങ്ങൾ എഴുന്നേക്കാണ്. പെണ്ണുങ്ങളും പ്രായമായവരും കൊച്ചുങ്ങളും എല്ലാവരെയും ഞങ്ങൾ ബന്ധുവീട്ടിൽ കൊണ്ടാക്കിയത്. നിരവധി കുടുംബങ്ങൾ ഇതിനകം ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റി. അടുത്ത കാലത്തൊന്നും ഇത്ര രൂക്ഷമായി കടൽ ക്ഷോഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. വീടുകളിൽ താമസിക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ കഴിയാത്ത അവസ്ഥ. ഗ്യാസ് സിലിണ്ടറുകൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നു. ഒരു മനുഷ്യായുസിന്റെ സ്വപ്നമാണ് വീട്. ആയുസിന്റെ മുഴുവൻ സമ്പാദ്യം സ്വരുക്കൂട്ടി ഉണ്ടാക്കിയെടുത്ത വീടിന് താഴെ കണ്ണൊന്നു ചിമ്മാൻ പോലും ഭയപ്പെട്ട് കഴിയുന്ന ഈ ആളുകൾക്ക് മുന്നിൽ എന്തിനാണ് അധികാരി വർഗത്തിന് ഇത്ര നിസ്സംഗത? കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഒന്നാലോചിച്ചാൽ ഇവരുടെ ആവശ്യം ന്യായമല്ലേ? ക്യാമറാമാൻ KP ധനീഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ആജ്ഞ ചോദിച്ചതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്ന് അന്തി ഉറങ്ങാനോ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാനോ ഉണ്ടാക്കി കഴിക്കാനോ പോലും കഴിയാതെ ആ വീടുകളിൽ തുടരേണ്ടി വരുന്ന മനുഷ്യർ, അവരുടെ അവസ്ഥ എത്രത്തോളം ദയനീയമാണ് അല്ലേ? പല സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെയും പലരും ഇതിനോടകം തന്നെ ബന്ധു വീടുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എത്ര കാലം അവർക്കവിടെ തുടരാൻ കഴിയുമെന്നതും വലിയ ചോദ്യമല്ലേ? എത്രയും പെട്ടെന്ന് നടപടിയെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നിരന്തരം കണ്ണമാലിയിലെ ഈ സാഹചര്യം പ്രേക്ഷകരിലേക്ക്, അധികൃതരിലേക്കും ഒക്കെ നമ്മൾ ഇത്തരത്തിൽ റിപ്പോർട്ടുകളായി എത്തിക്കാറുണ്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എല്ലാം എന്നതാണ് സാഹചര്യം. മഴക്കെടുതി വലിയ പ്രശ്നമാവുകയാണ് സംസ്ഥാനത്ത്. വെള്ളക്കെട്ട് ഭീഷണിയിലാണ് മലപ്പുറം തവനൂർ മാട്ടത്തെ കുടുംബങ്ങൾ. വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. ഇതുമൂലം വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്.
തവനൂർ 19-ാം വാർഡിൽ മാട്ടത്തെ 3 കുടുംബങ്ങളാണ് പ്രയാസം അനുഭവിക്കുന്നത്. മഴവെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് അവസ്ഥയ്ക്ക് കാരണം. വീടുകൾ മുഴുവനായും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്. സുരക്ഷിതമല്ലാതെ ഭയത്തോടെയാണ് ഈ 3 കുടുംബങ്ങളും കഴിയുന്നത്. ഏത് നിമിഷവും ഈ വീടുകൾ തകർന്നു വീണേക്കാമെന്ന ഭീതിയിലാണിവർ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി എത്ര ദിവസം അറിയാം, പുറത്തിറങ്ങാൻ വയ്യ. ഇങ്ങനത്തെ ഒരു ചുറ്റുപാട് ഞങ്ങളെല്ലാം ഇവിടെ കഴിയുന്നത്, ഈ ചുറ്റുപാടിലെല്ലാവരും കഴിയുന്നത്. അപ്പോൾ ഇതൊന്നും ഒഴിവാക്കി കിട്ടിയാൽ ഇതൊക്കെ നടക്കുള്ളൂ. ഒന്ന് അലക്കാൻ പോലും, കുട്ടികൾ വെള്ളം വെക്കാൻ പോലും പറ്റാത്ത ഗതികളാകുമ്പോൾ എന്ത് ചെയ്യും മനുഷ്യന്മാർ? ഈ വെള്ളം ഒഴിവാക്കി തരികയാണെങ്കിൽ ഇതിനൊക്കെ ഇന്ത്യയും പരിഹാര മാർഗമാകും. ആ വെള്ളം അങ്ങോട്ടും പോണ വെള്ളം അവിടെ അടങ്ങിയെടുക്കുകയാണ്. ഇത് അടങ്ങിയെടുക്കുന്ന രണ്ടും ഒഴിവായി കിട്ടിയാൽ ഞങ്ങൾ ഈ ഭീഷണിയിൽ നിന്ന് ഞങ്ങൾ ഒഴിവായി കിട്ടും. പരിസരത്തുള്ള മറ്റു വീടുകളിൽ ഇത്രയും സങ്കീർണമല്ല അവസ്ഥ. സാഹചര്യങ്ങൾ വിശദീകരിച്ച് തവനൂർ പഞ്ചായത്ത്, തവനൂർ വില്ലേജ്, പൊന്നാനി തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. മഴ ശക്തമായാൽ താമസിക്കാനാകാത്ത വിധം വെള്ളം കയറും. ന്യൂസ് 18 തിരൂർ.